ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് നല്ലൊരു പായസത്തിൻ്റെ പച്ചരിയും പയറും ഒക്കെ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് പയറൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇവിടെ നമ്മളൊരു 150 ഗ്രാം പയർ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പയർ അത്യാവശ്യം മൂത്ത് കിട്ടുന്നത് വരെയും ആദ്യം അവസാനം തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ എല്ലാ പയറും ഒരുപോലെ മൂത്ത് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്കിത് ചൂടാറുന്നത് വരെ ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു ട്രേയിലോ അല്ലെങ്കിൽ അമ്മിക്കല്ലിലോ വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക. തീരെ അങ്ങ് പൊടിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും. അപ്പോൾ പയറിങ്ങനെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ അവശേഷിക്കുന്ന പയറിൻ്റെ തോലുണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പാറ്റിക്കളയാം. അപ്പോൾ പൂർണ്ണമായിട്ടും നമുക്കത് പാറ്റി കളയാനായിട്ട് പറ്റില്ല. എന്നിരുന്നാലും എത്രത്തോളം പാറ്റി അതിൻ്റെ തോല് കളഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ പാറ്റി നമ്മളത് തോല് കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പായസം തയ്യാറാക്കാനായിട്ട് വേണ്ടത് 250 ഗ്രാം പച്ചരിയാണ്. പച്ചരിക്ക് പകരമായി ചമ്പാവ് പച്ചരി അഥവാ ഉണക്കല്ലരി വേണമെങ്കിലും എടുക്കാം. എന്തുകൊണ്ടും പച്ചരി ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ പച്ചരിയിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള പയർ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമുക്കിത് കഴുകി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പായസത്തിന് ആവശ്യമായ വെള്ളം വെച്ച് അത് തിളച്ച് വരുന്ന സമയത്ത് മാത്രം ഇതൊന്നോ രണ്ടോ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തൽക്കാലം നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ പറഞ്ഞതുപോലെ പായസം തയ്യാറാക്കാൻ ആവശ്യമായ ഒരു അടിക്കട്ടിയുള്ള ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 2.25 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം ഈ വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ അരിയും പയറും 1-2 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ അരി വേകുന്നത് വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു തവണ മാത്രമായി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മാത്രം പോരാ. അരി വെന്ത് കിട്ടുന്നത് വരെയും ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള അരി ആയാലും പയറായാലും വെന്ത് കിട്ടുന്നത് വരെയും ഇടവിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 30-35 മിനിറ്റോളം ആയിട്ടുണ്ടാവും. നമ്മുടെ അരിയായാലും പയറായാലും ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ ഈ ശർക്കര പാനിക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് 270 ഗ്രാം ശർക്കരയാണ് കേട്ടോ. അതിലേക്ക് ഒരു 100 ml വെള്ളവും കൂടി ഒഴിച്ച് പാനി കാച്ചി അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ഈ ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ പായസം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശർക്കര പാനി ചേർത്ത് കൊടുത്ത് ഒരു 5-10 മിനിറ്റോളം നമ്മൾ ഈ പായസം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ഭാഗം ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു 5 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഏലക്ക നിങ്ങൾക്ക് പൊടിയായിട്ടോ അല്ലെങ്കിൽ ഈ കാണുന്നത് പോലെയോ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പച്ചരി പയർ പായസം റെഡിയായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യും അതുപോലെ വറുത്ത കശുവണ്ടിയുമാണ് കേട്ടോ. അത് നമുക്ക് പ്രത്യേകമായിട്ട് വറുത്ത് ഇതോടൊപ്പം ചേർത്ത് ഇളക്കാം. അങ്ങനെ ഇവിടെ പായസം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ നെയ്യ് അത് നമ്മളിവിടെ ഒരു 30 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ കശുവണ്ടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. ശേഷം ഈ മൂപ്പിച്ചെടുത്ത കശുവണ്ടിയും നെയ്യും ഉൾപ്പെടെ നമുക്ക് നമ്മുടെ ഒരു പായസത്തിലേക്ക് ചേർത്തിളക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പച്ചരി പയർ പായസം റെഡിയായിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ ഒരുപാട് തവണ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു കിടിലൻ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.